നമസ്കാരം, എല്ലാവർക്കും മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പമുള്ളതാണ്, വളരെ സ്വാദിഷ്ടമായതാണ്. ഉടുപ്പി സ്റ്റൈൽ കുമ്പളങ്ങ സാമ്പാർ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഞാൻ ഒരു വലിയ നാടൻ തക്കാളി ഇടുന്നുണ്ട്. എനിക്ക് എപ്പോഴും ഈ സാമ്പാറിൽ തക്കാളി ഇടണമെന്ന് എന്തോ ഒരു മാതിരിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉടുപ്പി സ്റ്റൈൽ കുമ്പളങ്ങ സാമ്പാറിലേക്ക് തക്കാളിയുടെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒരു തക്കാളി ഇടുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുക്കറിൽ തന്നെയാണ് ഒരു 2 വിസിൽ മതി കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ, ഒരു 2 വിസിൽ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 വിസിൽ അടുപ്പിച്ച് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ അവിടെ ഇരുന്ന് വേവട്ടെ. ഇനി നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉലുവ. കായത്തിൻ്റെ പൊടി ഇടണമെന്ന് വെച്ചാൽ നിങ്ങൾ അവസാനം സാമ്പാറിലേക്ക് വറുത്തിടുന്ന സമയത്ത് അതിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. ഞാനിവിടെ എപ്പോഴും കട്ടക്കായ എടുക്കാറ്, അപ്പോൾ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുഴുവൻ ഉഴുന്നാണ്. 2 ടീസ്പൂൺ നല്ലോണം കൊത്തമ്പാല, മല്ലി എന്ന് പറയും ഇവിടെ, മുഴുവൻ മല്ലി. അതുമാതിരി തന്നെ 1/2 ടീസ്പൂൺ കടലപ്പരിപ്പാണ്. 1/4 ടീസ്പൂൺ നല്ല ജീരകം. ഇനി നമുക്ക് വറ്റൽ മുളകും വേണം, അതോടൊപ്പം തന്നെ കറിവേപ്പിലയും വേണം വറുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്യാസ് വെള്ളത്തിൽ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ വറുക്കണം. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഞാൻ കട്ടക്കായാണല്ലോ എടുക്കുന്നത്, അപ്പോൾ അതൊന്ന് ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് അങ്ങോട്ട് മൊരിഞ്ഞ് വരട്ടെ. അതിന് ശേഷം നമുക്ക് മറ്റേതൊക്കെ ഇട്ട് കൊടുക്കാം. മതി. ഇനി നമുക്ക് നമ്മളിപ്പോൾ എടുത്ത് വെച്ച എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വറ്റൽ മുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ നല്ല ജീരകവും അതോടൊപ്പം തന്നെ ഉഴുന്ന് പരിപ്പും ഒക്കെ ചേർത്ത് കഴിഞ്ഞാണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. അപ്പോൾ ഉടുപ്പി കുമ്പളങ്ങ സാമ്പാർ അതന്നെ അതിൻ്റെ പേര്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഒന്നങ്ങോട്ട് ആയി വരട്ടെ കേട്ടോ. ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരയ്ക്കണതിൻ്റെ ഒപ്പം ആ പുളി അങ്ങോട്ട് അരയ്ക്കാം കേട്ടോ, അല്ലെങ്കിൽ പിഴിഞ്ഞൊഴിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ കൂടെ അരക്കി വെച്ചാൽ പിഴിയേണ്ട കാര്യമില്ല, അത്രയേ ഉള്ളൂ. കുറച്ച് നാളികേരം വേണം. നാളികേരം വറുക്കൊന്നും വേണ്ട, പച്ചയ്ക്ക് തന്നെയാണ് അരയ്ക്കുക. അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ. ഒന്നും കൂടി അങ്ങോട്ട് ആയി വരട്ടെ. ഇപ്പോൾ കണ്ടോ, നല്ലോണം ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം, ഒന്ന് ചൂടാറട്ടെ കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാൻ വറുത്തെടുത്തത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കണം, ചൂടാറിയതിന് ശേഷം മാത്രം വേണം കേട്ടോ ക്രഷ് ചെയ്യാനോ അരയ്ക്കാനോ ഒക്കെ, അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആണേ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം, ഇപ്പം തന്നെ വെള്ളം ഒഴിക്കണ്ട, ഒരു 1/2 കപ്പ് തേങ്ങ, പച്ച തേങ്ങയാണ്, വറുക്കൊന്നും വേണ്ട, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഫൈനായിട്ട് നമുക്ക് അരച്ച് കൊണ്ടുവരാം. ഈ സമയത്താണ് ഞാൻ പറയണത്, നിങ്ങൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലെങ്കിൽ പുളിയും കൂടി ഇതിൽ കൂട്ടിയിട്ട് അരയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ, അതായത് പരിപ്പും കുമ്പളങ്ങയും ഇങ്ങനൊരു മൺചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു തക്കാളിയും കൂടി അതിലേക്ക് നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പുളി അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി, അത്രയ്ക്കുള്ള കഷ്ണമേ ഉള്ളൂ. ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഞാൻ നേരത്തെ കഷ്ണം വേവിക്കുമ്പോൾ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഉപ്പും വേണ്ടി വരും, ആവശ്യത്തിനുള്ള ഉപ്പ്. ഈ കൂട്ടാനിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി നന്നായി തിളച്ച് വരട്ടെ. അപ്പോൾ കണ്ടോ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫൈനായിട്ട് അരച്ച് വെച്ചത് കുറച്ചും കൂടി വെള്ളം വേണം. കാരണം ഇതിൽ ഉഴുന്ന് പരിപ്പുണ്ട്, അതുമാതിരി നമ്മൾ സാമ്പാറിലേക്ക് പരിപ്പും വേവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ നല്ല കൊഴുപ്പുണ്ടാവും.
ഉഴുന്ന് പരിപ്പൊക്കെ ഒരു ലേശം ചേർത്താൽ തന്നെ നന്നായിട്ട് കൊഴുത്ത് വരും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം. ഇനി ഒന്നിരുന്ന് തിളയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ കണ്ടോ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങി. ഈ സമയത്ത് നമ്മൾ എപ്പോഴും ചെയ്യണ മാതിരി തന്നെ ശർക്കരയുടെ മധുരം നിങ്ങൾക്ക് ഇഷ്ടമാച്ചാൽ കുറച്ചും കൂടിയൊക്കെ ഇടാം. ഞാൻ ഒരു അച്ച് ശർക്കരയുടെ ഒരു 1/4 ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കരയൊക്കെ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് അലിഞ്ഞോളൂല്ലോ. കറിവേപ്പില താത്തി കൊടുക്കാം. കഴിഞ്ഞ പരിപാടി ഇനി ഒരു വറവും കൂടിയേ വേണ്ടൂ കേട്ടോ. വറുത്തിടാൻ വേണ്ടിയിട്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾ വറുത്തിടാനും കറിവേപ്പില എടുത്തോളം വയ്ക്കുന്ന ധാരാളം കിട്ടിയിട്ടുണ്ട്. അത് കാരണം ഞാൻ നല്ലോണം ഇടുന്നുണ്ട് കേട്ടോ. കടുക്, ഒരു മണി ഉലുവ, ഒരു വാസനയ്ക്ക് വേണ്ടിയിട്ട്, കറിവേപ്പില, വറ്റൽമുളക്, ഇത്രയും മതി വറുത്ത് വിട്ടാൻ കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ടും കണ്ടോ തിളയ്ക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും നല്ലൊരു ഒഴിച്ച് സാമ്പാറിനായി കേട്ടോ. മാവും ഉണ്ട്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം, ഉച്ചയ്ക്ക് ചോറിനെടുക്കാം. അടിപൊളിയല്ലേ. ഇനി വറവിടാം കേട്ടോ. അപ്പോൾ കണ്ടോ ഒക്കെ ഇങ്ങനെ ഇരുന്നിട്ട് തിളയ്ക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. വറുത്ത് വിട്ടാം. ഹായ്, ഇതല്ലേ ഇതിൻ്റെ മാസ്റ്റർ പീസ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉടുപ്പി സാമ്പാറൊന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. ഉടുപ്പി കുമ്പളങ്ങ സാമ്പാർ, കുമ്പളങ്ങ മാത്രം മതി, ഞാൻ തക്കാളിയും കൂടി എടുത്തു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സാധനം എന്താവുന്നപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയില്ലേ, ഒന്നും പറയാനില്ല. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ചോറ് വിളമ്പിയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ഉടുപ്പി സാമ്പാർ, കുമ്പളങ്ങ സാമ്പാർ കേട്ടോ. അങ്ങനെയുണ്ട്. ഹായ്, എങ്ങനെയുണ്ട്? അപ്പോൾ ഉള്ള തരാം കേട്ടോ. നല്ല ചൂട്, പായസം മാതിരിയുള്ള ഉരുള തരാം. അത് തന്നിട്ടില്ലെങ്കിൽ ചിലർ ചോദിക്കും അയ്യോ ഒന്നും ഉരുളന്നില്ല. എല്ലാവരും കഴിച്ചോളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് തീർച്ചയായിട്ടും എങ്ങനെ ഉണ്ടെന്നും കൂടി അറിയിക്കണം കേട്ടോ. പല ആൾക്കാരും ഉണ്ടാക്കി നോക്കിയിട്ട് അറിയിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ബൈ.